ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനൊരു ടിപ്പുമായാണ് എത്തിയിരിക്കുന്നത്. പുഴുങ്ങിയ മുട്ടയുടെ തോട് എങ്ങനെ ഈസിയായി നീക്കം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. മുട്ട പുഴുങ്ങാനായിട്ട് ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മുട്ട തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് തോട് പൊട്ടിപ്പോകുന്നതാണ്. അതുകൊണ്ട് മുട്ട പുഴുങ്ങാനാണ് പ്ലാനെങ്കിൽ ആദ്യം തന്നെ ഒരു 1/4 ഭാഗം ചൂടായ വെള്ളത്തിൽ മുട്ട ഇട്ടൊരു 2 മിനിറ്റ് വെക്കുക. അതിനുശേഷം തിളയ്ക്കാറായ വെള്ളം കുറച്ചുകൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞ് മുട്ട പുഴുങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ മുട്ട പൊട്ടാതെ അതിനകത്ത് കിടക്കും. അല്ലാതെ ഉപ്പും വിനാഗിരിയും ഒന്നും ചേർത്ത് പുഴുങ്ങേണ്ട യാതൊരു കാര്യമില്ല. എല്ലാവരും എപ്പോഴും കാണിക്കുന്ന ഒരു പണിയാണ് ഉപ്പ് ഒഴിക്കുക, വിനാഗിരി ഒഴിക്കുക, എന്നിട്ട് മുട്ട പൊട്ടിപ്പോവുക. 2 മുട്ട ഒരു 7 മിനിറ്റ് തൊട്ട് 10 മിനിറ്റിനകത്ത് മുട്ട വെന്ത് കഴിഞ്ഞിരിക്കുക. അതിൽ കൂടുതൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണുന്നൊരു തെറ്റായ രീതിയാണ് പുഴുങ്ങിയ മുട്ട തോട് പൊളിക്കാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളത്തിലിട്ട് വെച്ചേക്കുക, അല്ലെങ്കിൽ വെള്ളം തണുക്കാൻ വെക്കുക. ഇത് രണ്ടും തെറ്റായ ഒരു ധാരണയാണ്. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലോ തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലോ മുട്ടയുടെ തോട് ഇളകത്തില്ല. ഞാൻ എൻ്റെ കൊച്ചിലെ തൊട്ട് കണ്ടിരുന്നൊരു പരിപാടിയാണ്. അതാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. നിങ്ങൾ പുഴുങ്ങിയ മുട്ട അടുപ്പിൽ നിന്ന് വാങ്ങി നേരെ വെള്ളം ഊറ്റി കളയുക. വേണമെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം അകത്തോട്ടൊന്ന് മിക്സ് ചെയ്യുക, ചൂടൊന്ന് മാറാൻ കൈയിടാൻ. അത് കഴിഞ്ഞ് മുട്ടകൾ ഓരോന്നായി അന്നേരം തന്നെ ചൂടോടുകൂടി എടുക്കുക. മുട്ടയുടെ കൂർത്തിരിക്കുന്ന ഭാഗം നിലത്തിടിച്ച് പൊട്ടിച്ച ശേഷം റൗണ്ടിൽ ഡയറക്റ്റായിട്ട് 1 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് പൊളിച്ചെടുക്കാവുന്നതാണ്. ഒരിടി ഇടിക്കുക, അതെടുക്കുക, വട്ടം ചുറ്റി നിങ്ങൾക്ക് തോട് പൊട്ടിച്ചെടുക്കുക. 3 സെക്കൻഡ് 4 സെക്കൻഡിനകത്ത് ഒരു മുട്ടത്തോട് പൊളിച്ചെടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെ ഈസിയായി നിങ്ങൾക്ക് മുട്ടത്തോട് പൊളിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.